രാവിലെ ആയോ? നല്ല ഉറക്കായിരുന്നു. സമയം എത്ര ഇത്? അയ്യോ, ജോലിക്ക് വേണ്ടതല്ലേ ഇന്ന്? അയ്യോ, ഒരുപാട് വൈകുന്ന തോന്നുന്നേ. ഇന്ന് ഞാൻ സാറിന്റെ അടുത്ത് വഴക്ക് വാങ്ങും. വേഗം പോയി കുളിക്കട്ടെ. പല്ല് വെച്ചില്ലല്ലോ, പല്ല് വെച്ചോണ്ട് വിളിക്കാം. A few minutes later. വേഗം ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ ഒരുപാട് സമയായി. ഭയങ്കര വിശപ്പാണല്ലോ. ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല. ഏതായാലും പോന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാം. ഈ വീട്ടിലൊരു ജോലിക്കാരനെങ്ങാനും വെക്കേണ്ടി വരും, അല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ജോലിക്ക് പോയി വന്ന് ആ അണ്ടി വളപ്പിൽ ജോസഫേട്ടനെ ഒന്ന് വിളിച്ചു നോക്കണം. അയാൾ എവിടെന്നെങ്കിലും ഒരു നല്ല ജോലിക്കാരനെ കണ്ടുപിടിച്ച് തരാതിരിക്കില്ല. Many hours later. ഒട്ടും വയ്യല്ലോ, നല്ല വിശപ്പുണ്ട്. വീട്ടിലെന്തേലും ഒന്നും ആക്കി വെച്ചിട്ടില്ലല്ലോ. ഇനി വല്ല ബിസ്ക്കറ്റ് എങ്ങാനും മുമ്പേ വാങ്ങിച്ചതെങ്ങാനും ഉണ്ടാവോ? ഒന്ന് വെറുതെ നോക്കിയേക്കാം. ഈ ലക്ഷണം പിടിച്ച അടുക്കള കണ്ടാൽ തന്നെ അറിയാം ഒരു വസ്തു ഇല്ലെന്ന്. ഇവിടെ നിന്ന് ഒരു ബിസ്ക്കറ്റ് പോയിട്ട് ഒരു ഉറുമ്പിനെ പോലും കാണുന്നില്ല. എന്തായാലും ഫ്രിഡ്ജിലും കൂടെ നോക്കി നോക്കട്ടെ. ചേടാ, അതിലും ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചാ അതിലുള്ള എനർജി പോലും ഇല്ല. ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം, നേരെ അണ്ടിവളപ്പിൽ ജോസഫേട്ടന്റെ അടുത്തേക്ക് പോയേക്കാം. അയാളോട് പറഞ്ഞ ഒരു നല്ല ജോലിക്കാരനെ കിട്ടുമായിരിക്കും. എന്തായാലും ഇവിടെ ഇപ്പൊ ഒരു ജോലിക്കാരൻ അത്യാവശ്യമാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നേരെ അണ്ടിവളപ്പിൽ ജോസഫേട്ടന്റെ അടുത്തേക്ക് പോവാം. അയാളോട് പറഞ്ഞ ഒരാൾ എന്തായാലും ഒപ്പിച്ചേരാതിരിക്കില്ല. നല്ല വിശപ്പുണ്ട്, അവിടെ പോയാ എന്തെങ്കിലും ഒരു ചായയും കടിയുമായിട്ട് കിട്ടാതിരിക്കില്ല. വേഗം പോട്ടെ. A few minutes later. അണ്ടിവളപ്പിൽ ജോസഫേട്ടന്റെ വീടെത്തിയല്ലോ. ഇനി അണ്ടിവളപ്പിൽ ജോസഫേട്ടൻ ഇവിടെ ഇല്ലേ? അണ്ടിവളപ്പിൽ ജോസഫേട്ടനല്ലേ, എവിടെ പോവാനാ? വണ്ടി ഇവിടെ നിർത്തട്ടെ. അണ്ടിവളപ്പിൽ ജോസഫേട്ടാ, ഹലോ. അണ്ടിവളപ്പിൽ ജോസഫേട്ടാ, നിൽക്കു കുഞ്ഞാടേ, വരുന്നു. ഞാൻ പറഞ്ഞില്ലേ അണ്ടിവളപ്പിൽ ജോസഫേട്ടനാ, ഇവിടെ തന്നെ ഉണ്ടാവും. കുഞ്ഞാടേ, അകത്തേക്ക് കയറി വന്നോളൂ. എന്താ കുഞ്ഞാടേ, നിന്നെ ഇങ്ങോട്ടൊന്നും കാണാത്തതാണല്ലോ, ഇപ്പോഴെന്താ ഇങ്ങോട്ട് വന്നത്? അണ്ടിവളപ്പിൽ ജോസഫേട്ടാ, അതൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാ. അതെനിക്കറിയാം കുഞ്ഞാടേ, നിന്റെ ആവശ്യത്തിന് മാത്രമല്ലേ നീ ഇങ്ങോട്ട് വരുന്നത്. അണ്ടിവളപ്പിൽ ജോസഫേട്ടാ, അത് അങ്ങനല്ല, ഒരു ആവശ്യം വന്നു, അതുകൊണ്ടാ. കുഞ്ഞാടേ, എനിക്ക് ഇനിയും ഇത് നിർത്താനായില്ലേ. എന്റെ പേര് ജോസഫ് എന്നാണ്. നീ ജോസഫ് ചേട്ടൻ എന്ന് വിളിച്ചാ മതി. ഈ അണ്ടിവളപ്പിൽ എന്താണ് കുഞ്ഞാടേ? സോറി ആണ്ടി ചേട്ടാ. എന്താണ്? അയ്യോ ക്ഷമിക്കണം ജോസഫ് ചേട്ടാ. കുഞ്ഞാടേ, നീ വന്നതിന്റെ കാര്യം പറഞ്ഞോളൂ. ജോസഫ് ചേട്ടാ, പിന്നെ എന്റെ വീട്ടില് ഒരു വേലക്കാരൻ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ജോലിക്ക് പോകുന്നോണ്ട് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ് നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജോസഫ് ചേട്ടനോട് ഒരു വേലക്കാരനെ സംഘടിപ്പിച്ചു തരുമെന്ന് ചോദിക്കാൻ വന്നതാ. അതായിരുന്നു കുഞ്ഞാടേ, വേലക്കാരനല്ലേ, ഞാൻ ഒപ്പിച്ചു തരാം. ജോസഫ് ചേട്ടാ, അന്ന് നിങ്ങൾ എന്റെ കടയിൽ നിർത്താൻ ഒപ്പിച്ചെന്ന ആളെ പോലെ ആയിരിക്കല്ലേ അന്ന് ആ തെണ്ടി കാരണം എന്താ കട കൂട്ടിച്ചതും ഞാൻ ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്നതും. എന്താ കുഞ്ഞാടേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്ത് അങ്ങനെ വരാൻ വഴിയില്ലെന്നോ? അവനെങ്ങനെ ജോലിക്ക് എടുത്തിയ അടി വരുന്ന വഴി നമുക്ക് ഊഹിക്കാൻ കൂടി പറ്റില്ല. അമ്മാതിരി പണിയാ അവൻ എനിക്ക് തന്നിട്ട് പോയത്. ബ്ലാക്ക് പോലും കള്ളപ്പന്നി. പേടിക്കണ്ട കുഞ്ഞാടേ, ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു വിടുന്നത് നല്ല കുടുംബത്തിൽ പിറന്ന സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കുഞ്ഞാടേ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരാളെ സംഘടിപ്പിച്ചു തരാം. ശരി ജോസഫേട്ടാ. ജോസഫേട്ട ഒരു ചായ ഇട്ടോ, നല്ല വിശപ്പ് അതാ. ചായയിലിടാൻ പഞ്ചസാര ഇല്ല കുഞ്ഞാടേ. കൊഴപ്പില്ല, മധുരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞാടേ, ചായപ്പൊടിയും തീർന്നിരിക്കുകയാണ് കേട്ടോ. എന്നാ പിന്നെ കുറച്ച് വെള്ളം കിട്ടോ? കുഞ്ഞാടേ, ജഗ്ഗിൽ വെള്ളം കാലിയാണല്ലോ, വീണ്ടും കിണറിൽ നിന്ന് കോരേണ്ടി വരും. എന്തൊരു മനുഷ്യനായത്. എന്നാ പിന്നെ ശരി ജോസഫേട്ടാ, കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ജോലിക്കാരൻ്റെ പെട്ടെന്ന് തന്നെ നോക്കണേ. കുഞ്ഞാടേ, അത് ഞാനേറ്റു. എന്തൊരു പറ്റിയാണ്, വെറുതെ അല്ല അണ്ടി ജോസഫ് എന്ന് വിളിക്കുന്നത്. എച്ചി അതാരാ കോളിംഗ് ബെൽ അടിക്കുന്നത്? ജോലിയില്ലാത്ത ദിവസമായോണ്ട് കുറച്ച് കൂടുതൽ സമയം ഉറങ്ങാന്ന് വെച്ചാ. ഇതാരാ ഇത്? കോപ്പ് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. പുറത്തൊന്നും ആരും കാണുന്നില്ല. താഴോട്ട് പോയോക്കട്ടെ എന്തായാലും ഒന്ന്. ഇനി കാരണം എന്തായാലും ഉറക്കം വരുമെന്നൊന്നും തോന്നുന്നില്ല. ആള് ഉള്ള ഉറക്കങ്ങളെ ഇങ്ങനെ വരുന്നു. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എവിടെ ചേടാ? കോളിംഗ് ബെൽ അടിച്ചിട്ട് ആളെ കാണുന്നില്ലല്ലോ. എന്നെ വല്ല പ്രേതങ്ങാനായിരിക്കോ? ഈ രാവിലെയോ? അതൊന്നും ആയിരിക്കത്തില്ല. എന്തായാലും ഉള്ളിലേക്കോട്ടെ. നിങ്ങളാരാ? നിങ്ങളെങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറിയത്? മിസ്റ്റർ, ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നത്. അയ്യോ ക്ഷമിക്കണം, മുതലാളിയായിരുന്നു. നീ ആരാ? നിന്നെ ഇവിടെ നിന്ന് കണ്ടിട്ട് കൂടിയില്ലല്ലോ. ഞാൻ ജോലിക്കാരനാണ്. അപ്പൊ ഞാനെന്താടാ ജോലി ഇല്ലാത്തവനോ? എനിക്കും ജോലിയുണ്ട്. ഞാൻ ആളെ കളിയാക്കണോ? അല്ല മുതലാളി, ഞാനിവിടെ ജോലിക്ക് വന്നതാ. അണ്ടിവളപ്പിൽ ജോസഫേട്ടൻ പറഞ്ഞു വന്നതാ ഞാൻ. അവനായിരുന്നു വേലക്കാരനല്ലേ? മുതലാളി, ജോലിക്കാരൻ. അത് ശരി. എന്താ പേരെന്താ? മുതലാളി, എന്റെ പേര് കൈസർ. അപ്പൊ വീടിനൊരു കാവൽക്കാരൻ കൂടിയായി. നിനക്ക് വീട്ടു ജോലിയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അല്ലേ? നിനക്ക് എല്ലാ ഫുഡും ഒക്കെ ഉണ്ടാക്കാൻ അറിയാലോ? മുതലാളി, എനിക്ക് വീട്ടിലൊക്കെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാ ഫുഡും അടിപൊളിയായി വെക്കും. അതിനെ കുറിച്ച് ആലോചിച്ച് എന്നെ മുതലാളി പേടിക്കണ്ട. എന്നാ പിന്നെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്ക്. നല്ല വിശപ്പ്. ഞാൻ അപ്പത്തേക്കും പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരാം. മുതലാളി, ആ കാണുന്നതല്ലേ കിച്ചൺ? അതെ അതെ. എന്നാ പിന്നെ മുതലാളി പോയി കുളിച്ചിട്ടൊക്കെ
ഇതൊരു നല്ലൊരു വേലക്കാരനാണെന്നാ തോന്നുന്നേ. മുതലാളി മുതലാളി കൈസർ വിളിക്കുന്നുണ്ടല്ലോ, എന്താ നോക്കട്ടെ. എന്താടാ, എന്താ കാര്യം? മുതലാളി ഇവിടെ പച്ചക്കറി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല ഫ്രിഡ്ജിലാണെങ്കിൽ പാല്, മുട്ട, ചിക്കൻ ഇങ്ങനത്തെ ഒന്നുമില്ല. മുതലാളി ക്യാഷ് തരുകയാണെങ്കിൽ ഞാൻ ടൗണിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാം. ഓ ആണോടാ, എന്നാ നിക്ക് ഞാനിപ്പോ ക്യാഷ് എടുത്തിട്ട് വരാം. എടാ കൈസറെ, നീ നടന്നിട്ടാണോ ടൗണിലേക്ക് പോകുന്നത്? ഇവിടെ ബൈക്കുണ്ട്, നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയോ? മുതലാളി ഞാൻ ബൈക്കൊക്കെ ഓടിക്കും, എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ആടാ, എന്നാ പിന്നെ നിക്കടാ, ഞാൻ പോയിട്ട് ക്യാഷും വണ്ടിയുടെ കീ എടുത്തിട്ട് വരാം. മുതലാളി എടാ ഇതെടാ ക്യാഷും കീയും, പോയിട്ട് വാങ്ങിട്ട് വന്നോ. വണ്ടി പുറത്തുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ വാങ്ങിട്ട് വരാം. എടാ വണ്ടി തന്നെ അപ്പുറത്ത് ഉണ്ട് കേട്ടോ, അപ്പുറത്ത്. അടിപൊളി വണ്ടിയൊക്കെ ആണല്ലോ. എടാ കൈസറ വേഗം പോയിട്ട് വാ കേട്ടോ. വേഗം വരാം. ചെറുക്കൻ എന്തായാലും കൊള്ളാം, നല്ല സ്മാർട്ട് ആണല്ലോ. അങ്ങനെ അണ്ടി ഉറപ്പിച്ച ജോസഫേട്ടൻ ആദ്യമായിട്ടൊരു നല്ല ജോലിക്കാരനെ തന്നു. 8:01 p.m. എടാ കൈസറ, നീ ഇരിക്കുന്നില്ലേ? വാട ഇരിക്കണം. വേണ്ട മുതലാളി, മുതലാളിമാര് കഴിച്ചിട്ട് വേലക്കാര് കഴിക്കാറുള്ളൂ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാണോ? മുതലാളി ഞാൻ ജോലിക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാ നീ ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട മുതലാളി, മുതലാളി കഴിക്ക്. എടാ കൈസറ, ഞാനല്ലേ വിളിക്കുന്നേ, വാട ഇരിക്കടാ. മുതലാളി അങ്ങനെ അങ്ങനെ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കാം. എന്നാ വാട ഇരിക്കടാ. മുതലാളി ഭക്ഷണത്തെ ഇജ്ജാതി കേട്ടോ, ഒടുക്കത്തെ ടേസ്റ്റ്. അത് തന്നെ, ഒടുക്കത്തെ ടേസ്റ്റ്. A few minutes later. എടാ കൈസറ, എന്നാ നീ കഴിക്കട്ടോ, ഞാൻ പോയി കിടക്കട്ടെ. എന്നാ നാളെ ജോലിക്ക് വേണ്ടതാ. ശരി എന്നാ. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ആടാ ശരിടാ കൈസറ. വേഗം പോയി കിടക്കട്ടെ, നാളെ ജോലിക്ക് വേണ്ടതാ. Next month. രാവിലെ ആയല്ലോ. സമയം ഒരുപാടായോ ആവും, നോക്കട്ടെ. അധികം സമയം ആയില്ല. ഇന്നലെ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുകൊണ്ടായിരിക്കും ഇന്ന് നേരത്തെ എണീച്ചത്. ഇനി ഏതായാലും ഒന്ന് പോയി കുളിക്കട്ടെ. കൈസർ ചായം കടിയൊക്കെ ആക്കിയാവും. ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടല്ലോ. എടാ കൈസറെ, ചായം കടിയൊക്കെ ആയോടാ? ചായം കടിക്ക് ഇപ്പോഴാവും. ആടാ ശരി എന്നാ, ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ ഇട്ടെ. അപ്പോഴത്തേക്ക് നീ ചായം കടിയൊക്കെ എടുത്തു വെക്ക്. ശരി. ശരിടാ, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. A few minutes later. കുളിക്കൊക്കെ ചെയ്തു. ഇനി നേരെ പോയി ചായ ഒക്കെ കുടിച്ച് നേരെ ജോലിക്ക് പോട്ടെ. കൈസർ ചായം കടൊക്കെ എടുത്തു വെച്ചെന്നാ തോന്നുന്നേ. എടാ കൈസറ, എല്ലാം റെഡി ആയില്ലേ? എല്ലാം റെഡി. എടാ കൈസറെ, നീ എന്തുണ്ടാക്കിയാലും അടിപൊളിയാണല്ലോ. കൊള്ളാം, അടിപൊളി ടേസ്റ്റ്. താങ്ക് യു. കൈ കഴുകട്ടെ. എടാ കൈസറെ, എന്നാ പിന്നെ ശരി എന്നാ, ഞാൻ ജോലിക്ക് പോവാണേ. ഞാൻ വരുന്നവരെ വീടൊക്കെ നിന്റെ കൺട്രോളാണ്, സൂക്ഷിക്കണം കേട്ടോ. അതൊക്കെ ഞാനിട്ടു, മുതലാളി പേടിക്കാതെ പോയിട്ട് വാ. ശരിടാ കൈസറെ, വന്നിട്ട് കാണാം. ശരി മുതലാളി. Many hours later. എന്തായാലും ഒന്ന് ചങ്ങാതിമാരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്തായാലും ഒന്ന് വീട്ടിൽ കയറി കൈസറിനോട് കൂടി പറഞ്ഞിട്ട് തന്നെ പോയേക്കാം. കൈസറിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എടാ കൈസറേ, ഞാൻ മുകളിലുണ്ട്, വരുന്നു. അവൻ മുകളിലുണ്ടായിരുന്നു. എന്താടാ കൈസറേ, വരാനൊരു താമസം? ഞാനത് ഷെൽഫ് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. അതായിരുന്നോ? അതേതായാലും നന്നായി. അത് കൈസറേ, എന്നാ പിന്നെ ഞാനൊന്ന് ചങ്ങാതിമാരുടെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. മുതലാളി ഇവിടെ ഉണ്ടായിരുന്ന ചിക്കൻ, മുട്ട, മീൻ എല്ലാം കഴിഞ്ഞു. ഇവിടെ പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ. അതുകൊണ്ട് മുതലാളി വരുമ്പോ 2 കിലോ ചിക്കൻ വാങ്ങണം. അത് കുഴപ്പമൊന്നുമില്ല. ഇന്നേതായാലും നീ പച്ചക്കറി വെച്ച് തന്നെ കറികളൊക്കെ ഉണ്ടാക്കിക്കോ. എനിക്ക് പച്ചക്കറികളായാലും പ്രശ്നമൊന്നുമില്ല, നീ അത് വെച്ചുണ്ടാക്കിക്കോ. അല്ല മുതലാളി, എനിക്ക് ചിക്കൻ, മുട്ട, മീൻ ഇതൊന്നില്ലാതെ പറ്റില്ല, അതുകൊണ്ടാ. ഇവനെ പോരാൻ തന്നെ വേണ്ടി വരും. ആടാ ശരി, ഞാൻ വരുമ്പോ വാങ്ങാം. ശരി മുതലാളി. ഇവൻ വല്ല നായ പൂച്ച എങ്ങനെയാണോ ചിക്കൻ മുട്ടയില്ലാതെ കഴിക്കാതിരിക്കും. എന്തായാലും വേഗം ചങ്ങാതി എടുത്തിക്കോട്ടെ. A few minutes. എടാ അലോക്ക, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? ആടാ ഞാൻ ജോലിക്ക് പോയിട്ട് വരുന്ന വഴിയാ. എടാ അലോക്ക, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ആടാ ജോലിയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എടാ അലോക്ക, നമ്മളൊരു നായ വാങ്ങേണ്ട കാര്യമായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. നായയോ? എന്ത് നായയാടാ? എടാ അലോക്ക, അതേതോ നല്ല ഇനം നായയാണെന്ന് തോന്നുന്നത്. നമ്മുടെ ആൻഡ്രി തോമന്റെ വീട്ടിലാണുള്ളത്. എടാ ആർക്കാണ്? നിനക്കാണോ അത് മാക്സിമിനോ? എടാ അലോക്ക, അത് എനിക്കാടാ. എന്താടാ അലോക്ക, നിനക്ക് വേണോ? എനിക്കൊന്നും വേണ്ട. എന്റെ വീട്ടില് ഇപ്പൊ തന്നെ ഒരു നായുണ്ട്, കൈസർ. എടാ അലോക്ക, നിന്റെ വീട്ടില് നായ ഉണ്ടെന്നോ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആടാ എന്റെ പുതിയ വേലക്കാരന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവന്റെ പേരാണ് കൈസർ. അവനാണെങ്കിൽ വലിയ രാജകുടുംബത്തിൽ ജനിച്ച കളിയാ കളിക്കുന്നത്. അവന് ചിക്കനും മീനും ഒന്നും ഇല്ലാതെ പറ്റില്ല പോലും.
എടാ ആലോക്ക വല്ല റിച്ച് വേലക്കാരനാണോടാ? ആ എനിക്കൊന്നും അറിയത്തില്ല. ആ അണ്ടിയോളപ്പൻ ജോസഫേട്ടനോട് പറഞ്ഞിട്ട് ഒപ്പിച്ചെന്ന ആളാ. വലിയ കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ അടിപൊളിയായി വെക്കുന്നൊക്കെ ഉണ്ട്. എടാ ആലോക്ക നിന്റെ ജ്യൂസ് കടയിൽ അന്ന് നിർത്തിയ ആളെ പോലെ ആണോടാ? ഏയ് അതുപോലെ നല്ലാന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഇപ്പൊ വന്നിട്ട് ഒരു ദിവസം ആയാലുള്ളൂ. എടാ കൈസർ എന്നോട് ചിക്കനും മീനൊക്കെ വാങ്ങാൻ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ ഞാൻ അത് വാങ്ങി വീട്ടിലേക്കോട്ടെ. എടാ ആലോക്ക അവന്റെ വീട് എവിടെയാടാ? ആ എനിക്കറിയത്തൊന്നുമില്ല. ആ എന്തേലും ആവട്ടെ. എടാ എന്നാ പിന്നെ ഞാൻ പോവാണ്. ഞാൻ എന്നാ പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്കോട്ടെ. നമുക്ക് നാളെ എങ്ങാനും കാണാം. ആടാ ശരിടാ ആലോക്ക. 8:01 p.m. ഓ, നല്ല ക്ഷീണം. വേഗം കുളിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നോക്കട്ടെ. നാളെ പണിക്കൊണ്ടതല്ലേ. ആദ്യമേ ഞാൻ ഇവിടെ പേഴ്സും വാച്ചൊക്കെ വെച്ചിട്ടുണ്ടേ. നോക്കണേ, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. ധൈര്യമായി കുളിച്ചിട്ട് വന്നാ. ആ ശരിടാ. പേഴ്സിലൊക്കെ നല്ല ക്യാഷ് ഉണ്ടോ ആവോ? അയ്യേ എത്തി വെറും 20 രൂപയാണ് പേഴ്സില്. A few minutes later. കുളിച്ച് ഫ്രഷായി. എടാ കൈസറ ഭക്ഷണം എടുത്ത് വെച്ചേരാ. പേഴ്സ് എടുത്തില്ല. പേഴ്സ് എവിടെയാണുള്ളത്? ഓ പറഞ്ഞത് ആ കാര്യം ഞാൻ മറന്നേ പോയി. ഓ പേഴ്സിലെ ചെറിയ ആളില് 7000 രൂപയുള്ളതാ. 7000 രൂപയോ? ഓ കൈസർ എന്തായാലും ഒരു വിശ്വസ്തം തന്നെ. എടാ കൈസറ നീ ഭക്ഷണം എടുത്ത് വെക്കേ, ഞാൻ പേഴ്സ് കൊണ്ട് വെച്ചിട്ട് വരാം. ചേട്ടാ കയ്യിൽ വന്ന ഭാഗ്യം ഞാനായിട്ട് തന്നെ തട്ടിക്കളഞ്ഞല്ലോ. A few minutes later. എടാ കൈസറ നിന്റെ ഭക്ഷണം ഒരു രക്ഷയില്ല കേട്ടോ, സമ്മതിച്ചു തന്നിരിക്കുന്നു. അത് തന്നെ വിഷയം, എന്റെ ടേസ്റ്റ്. A few minutes later. കൈ എഴുതട്ടെ. ഇപ്പൊ 2 ദിവസമായിട്ട് നല്ല ഭക്ഷണം, എന്തായാലും കൊള്ളാം. എടാ കൈസറ എന്നാ പിന്നെ ഞാൻ പോയി കിടക്കുവാണേ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ശരി ഗുഡ് നൈറ്റ്. ഞാൻ പോയി കിടക്കട്ടെ. The next man. എടാ കൈസറ ചായ ഒക്കെ ഒന്ന് പെട്ടെന്ന് എടുത്ത് വെച്ചേ, ഇന്ന് കുറച്ച് വൈകി. ഒരു രക്ഷയില്ല, അടിപൊളി. മതി, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. കൈ എഴുതട്ടെ. എടാ കൈസറ വീടൊക്കെ നന്നായി നോക്കണം കേട്ടോ. നിനക്ക് അറിയില്ല ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്തൊക്കെ കുറച്ച് കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ ഉള്ളതാ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്നും അയച്ച് ഒരാള് പേടിക്കേ വേണ്ട. ഒരാളെ പോയിക്കോ, ഞാൻ പോയി ഷെൽഫൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കട്ടെ. ആട്ടെ നീ എപ്പോഴും ഷെൽഫ് തുടച്ചോണ്ടിരിക്കുന്നത്? ഒരാളി ധാരാളം പണമൊക്കെ ഉള്ള സ്ഥലമല്ലേ, അത് എപ്പോഴും വൃത്തിയാക്കിയാല് ലക്ഷ്മി കടാക്ഷൊക്കെ ഉണ്ടാവും. അപ്പൊ നിനക്ക് ഇതിനെ കുറച്ചൊക്കെ വശമുണ്ടല്ലേ? ആടാ നീ പറഞ്ഞ തന്നെ ഒരുപാട് പണമൊക്കെ ഉള്ള ഷെൽഫാ. അതിന്റെ ചാവിയാണ് ഞാൻ എന്റെ അകത്ത് മേശയുടെ അടിയിൽ വെച്ചിരിക്കുന്നത്. നീ ആ ക്ലീൻ ചെയ്യുമ്പോ ആ ചാവി ഒന്ന് മിസ്സായിക്കല്ലടാ. അവിടെയായിരുന്നു മുതലാളി പറഞ്ഞു തന്നോണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ മിസ്സായി. മുതലാളി ധൈര്യത്തിൽ ജോലിക്ക് പോയിക്കോ, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആടെ കഴിച്ചാ അപ്പൊ ശരി എന്നാ. ശരി മുതലാളി. വേഗം പോട്ടെ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞാൻ വേഗം പോയി ഷെൽഫൊക്കെ തുടക്കട്ടെ. Many hours later. എത്തിയല്ലോ. നല്ല ക്ഷീണം. കൈസറിനോട് ഒരു ചായ ഇടാൻ പറയട്ടെ. കൈസറ ഒരു ചായ. കൈസറ ഇവിടെ. എടാ കൈസറ ഒരു ചായ പെട്ടെന്ന് എടുക്കടാ. എടാ കൈസറ ഷെൽഫ് ഉടച്ചൊക്കെ മതിടാ, വാടാ. അവന്റെ ഒരു ശബ്ദമേ ഇല്ലല്ലോ. ദാണ്ട് മേശയിലൊരു പേപ്പർ. എന്താ അത്? നോക്കട്ടെ. പ്രിയപ്പെട്ട മുതലാളി, മുതലാളി എന്ന് ഇനി വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ വിളിക്കുന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു. ഇവിടെ എനിക്കിപ്പോ എല്ലാം ഉണ്ട്. കുടിക്കാൻ ജ്യൂസ്, കഴിക്കാൻ ബിരിയാണി, 10-ലധികം പരിപാലകർ. എല്ലാം മുതലാളിയുടെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് മുതലാളിയുടെ അവിടുത്തെ ജോലി ഞാൻ രാജിവെച്ചിരിക്കുന്നു. പണമിരിക്കുന്ന ഷെൽഫിന്റെ ചാവി എവിടെ ഉള്ളതെന്ന് പറഞ്ഞതിന് മുതലാളിക്ക് 1000 നന്ദി. എന്നാലും ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ